നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കു സമീപമാണ് പുലി ഇറങ്ങിയത്. രണ്ടായിരത്തി 24-25 കാലയളവിലേക്കുള്ള കൊടകര റോട്ടറി ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ് ജീവനക്കാരന്റെ അതിക്രമം. സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി വലിയകുളത്ത് പുലി ഇറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലി ഇറങ്ങിയത്. ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിന്റെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. മുൻപും പ്രദേശത്ത് പുലി ഇറങ്ങി പശുക്കളെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 മാസം മുൻപ് കുണ്ടായി ചൊക്കന റോഡിൽ കാർ യാത്രക്കാർ പുലിയെ കണ്ടിരുന്നു. പാലപ്പിള്ളി പ്രദേശങ്ങളിൽ പുലി ഇറങ്ങുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് റബ്ബർ എസ്റ്റേറ്റുകളിൽ പുലിയെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിച്ചത് മാത്രമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഏക നടപടി. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ പുലിയും എത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വനപാലകർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടകര റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. കൊടകര KR കോംപ്ലക്സിലെ റോട്ടറി ക്ലബ് ഹൌസിൽ വെച്ച് നടന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി റൊട്ടേറിയൻ ജോഷി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റൊട്ടേറിയൻ അനൂപ് കെ ദിനേശൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ് ഹൌസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം KR ഗ്രൂപ്പ് ചെയർമാൻ KR ദിനേശൻ നിർവഹിച്ചു. പുതിയ പ്രസിഡന്റായി റൊട്ടേറിയൻ PA അഭിലാഷ്, സെക്രട്ടറിയായി റൊട്ടേറിയൻ VV ബോബിഷ് എന്നിവർ സ്ഥാനമേറ്റു. കൊടകര നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊടകര മേൽപ്പാലത്തിന്റെ അടിയിൽ ഒരു ട്രാഫിക് ഐലൻഡ് പണിതു നൽകാനും വിവിധ തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും പഞ്ചായത്ത് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രൊഫഷണൽ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ് എക്സ്പേർട്സിനെ വെച്ചുള്ള ഹെൽത്ത് അവയർനെസ് ക്ലാസുകളും ക്യാമ്പുകളും വരും നാളുകളിൽ സംഘടിപ്പിക്കും. ചടങ്ങിൽ ഇന്ത്യൻ ഖത്തർ ഓണററി ട്രേഡ് കമ്മീഷണറായി തിരഞ്ഞെടുത്ത ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി CEO ഡോക്ടർ KS കൊച്ചുമോൻ, ബോണിയം കാറ്ററിംഗ് സർവീസ് ഉടമയും കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും ലയൺസ് ക്ലബ് കൊരട്ടിയുടെ പ്രസിഡന്റുമായ റൊട്ടേറിയൻ KK ജോൺസൺ എന്നിവരെ ആദരിച്ചു. പുതിയ സെക്രട്ടറി ബോബിഷ് VV ചടങ്ങിന് നന്ദി അറിയിച്ചു. സപ്പോർട്ടുകൾ നമ്മുടെ സ്കൂളിലേക്കായാലും ഈവൻ നമ്മൾ ഒരു വീൽ ചെയർ കൊടുക്കലുണ്ടായിരുന്നു. ഇങ്ങനത്തെ പല കാര്യങ്ങളും അത് നമുക്ക് സെക്രട്ടറി റിപ്പോർട്ടിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇനി നമ്മൾ ശരിക്കും നമ്മളുടെ ഏറ്റവും ഒരു ബിഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് കൊടകരയുടെ ഒരു മുഖച്ഛായ മാറ്റുന്ന, നമ്മൾ പഞ്ചായത്തായിട്ട് സഹകരിച്ച് നമ്മൾ കൊടകര പാലത്തിൻ്റെ അടിയിൽ ഒരു സ്നേഹാരാമം പ്രോജക്റ്റ് നമ്മൾ കൊടകര ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ പാരിഷ് ഹാളിൽ കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയുമായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത സുധാകരൻ, അശ്വതി VB, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, വജ്ര ജൂബിലി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി തോമസ്, NP അഭിലാഷ്, ഗീത ജയൻ, സംഘാടക സമിതി കൺവീനർ റോയ് ജോസഫ് കാരക്കാട്ട്, ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ എന്നിവർ സംസാരിച്ചു. വജ്ര ജൂബിലി ആഘോഷ ഉദ്ഘാടനത്തിന് മുന്നോടിയായി വന്യമൃഗശല്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണമെന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. വനം വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ AO സണ്ണി, ഡോക്ടർ AV രഘു എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ മാസാചരണ സമാപനവും ജൂൺ മാസത്തിൽ ആരംഭിച്ച അമ്മ വായന കുഞ്ഞു വായനയുടെ തുടരവതരണവും നടന്നു. ചടങ്ങിൽ വായനാ മാസാചരണ മത്സരങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
രക്ഷിതാക്കളുടെ സർഗ പതിപ്പായ വൈഖരി 2024 OSTA പ്രസിഡന്റ് EK രാജലക്ഷ്മി പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ക്ലാസ് തല കയ്യെഴുത്തു മാസികകളുടെ പ്രകാശനവും നടന്നു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക MK ഡെയ്നി, MPTA പ്രസിഡന്റ് മഞ്ജുഷ, PTA വൈസ് പ്രസിഡന്റ് സതീഷ് KG എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല PSC പരീക്ഷാ പഠന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ LD ക്ലർക്ക് മോഡൽ പരീക്ഷ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, വാർഡ് മെമ്പർ സിബി CD എന്നിവർ പങ്കെടുത്തു. ഓഗസ്റ്റ് 31 നടത്തുന്ന തൃശൂർ ജില്ലാ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് മുന്നോടിയായി നടത്തുന്ന മോഡൽ പരീക്ഷയുടെ രണ്ടാം ഘട്ട പരീക്ഷ ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച 1:30 ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 807207598 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യുക. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ് ജീവനക്കാരന്റെ അതിക്രമം സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചു. സഹോദരനും സുഹൃത്തുക്കളും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം. റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത എന്ന ബസ്സിലെ കണ്ടക്ടർ പെരുമ്പിള്ളിശ്ശേരി സ്വദേശി ചൂരനോലിക്കൽ വീട്ടിൽ സാജൻ എന്നയാളാണ് വിദ്യാർത്ഥിനിയെ ചുംബിച്ചതായി പറയുന്നത്. ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴി ബലമായി കുട്ടിയെ ചുംബിച്ചതായും സ്കൂളിലെത്തിയ കുട്ടി കരച്ചിലായതോടെ വീട്ടിൽ വിളിച്ചു പറയുകയായിരുന്നു. വൈകിട്ട് 5:30 കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും കയറുകയും ഠാണാവിൽ മറ്റ് യാത്രികരെ ഇറക്കിയതിനു ശേഷം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് ഇതേ പേരിലുള്ള ബസ്സിലെ യാത്രികനായ വയോധികനെ പുത്തൻതോട് വച്ച് ബസ്സിൽ നിന്ന് മർദ്ദിച്ച് ഇറക്കി കൊലപ്പെടുത്തിയിരുന്നു. കാർമൽ സ്കൂൾ ചാലക്കുടി NSS വിദ്യാർത്ഥികൾ ശുചീകരണ തൊഴിലാളികൾക്കായി നഗരത്തിന്റെ മുഖം മിനുക്കുന്നവർ എന്ന പരിപാടി സംഘടിപ്പിച്ചു. കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികൾക്കായാണ് വാർഡ് 23 പരിപാടി സംഘടിപ്പിച്ചത്. മുനിസിപ്പാലിറ്റിയിലെ 21 തൊഴിലാളികളെയാണ് വർക്കിംഗ് ഡ്രസ്സും കയ്യുറകളും നൽകി ആദരിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ സജീഷ്, PTWA പ്രസിഡന്റ് KS സുഗതൻ, NSS പ്രോഗ്രാം ഓഫീസർ PO ജോസ്, സിന്നി ഷാജു, എൽദോസ്, NSS ലീഡർമാരായ അമൃത ശ്രീകുമാർ, ഇമാനുവേൽ, മരിയ ഷാജു എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി വലിയ കുളത്ത് പുലി ഇറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കു സമീപമാണ് പുലി ഇറങ്ങിയത്. രണ്ടായിരത്തി 24-25 കാലയളവിലേക്കുള്ള കൊടകര റോട്ടറി ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ് ജീവനക്കാരന്റെ അതിക്രമം സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചു.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.